നിപ്പ രോഗബാധയെ തുടർന്ന് മരിച്ച 24-കാരന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഇതുവരെ 151 പേരാണുള്ളത്. ഐസൊലേഷനിലുള്ള 5 പേർക്ക് ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. 151 പേരാണ് നിപ്പ ബാധിച്ച് മരിച്ച ബാംഗ്ലൂരിൽ നിന്നുള്ള വിദ്യാർത്ഥിയായ 24-കാരന്റെ സമ്പർക്ക പട്ടികയിലുള്ളത്. ഈ വിദ്യാർത്ഥി 4 സ്വകാര്യ ആശുപത്രികളിൽ പനി ബാധിച്ച് ചികിത്സ തേടിയിരുന്നു. ഇതുകൂടാതെ സുഹൃത്തുക്കൾക്കൊപ്പം ചില സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുമുണ്ട്. ഇവരുടെ എല്ലാവരുടെയും തന്നെ വിവരങ്ങൾ ശേഖരിച്ച് നേരിട്ട് സമ്പർക്കത്തിലേർപ്പെട്ടവരെ ഐസൊലേഷനിലേക്ക് മാറ്റിക്കഴിഞ്ഞു. നിപയാണ് എന്നുള്ള ലക്ഷണങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടത്തുന്നതിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ തിരുവാലി പഞ്ചായത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഐസൊലേഷനുള്ള 5 പേർക്ക് ചില ലഘുവായ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഏതൊരു മരണം വരുമ്പോഴും നമ്മൾ അന്വേഷിക്കുന്ന പോലെയുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെയും എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു AES പ്രത്യേകിച്ച് മസ്തിഷ്ക ജ്വരം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വേറെ ഈ ഒരു പഞ്ചായത്തിൽ ഇതുപോലുള്ള മരണങ്ങളോ അതുപോലെ എന്തെങ്കിലും കൂടുതലായിട്ട് പനിയോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ പറ്റിയുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപൂർവമെങ്കിലും അണുബാധ സാധ്യതയുള്ള എല്ലാവരെയും കോൺടാക്ട് ട്രേസിംഗ് നടത്തി നിരീക്ഷണത്തിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. ആർക്കെങ്കിലും അണുബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ കണ്ടെത്തി ചികിത്സിച്ച് ജീവൻ രക്ഷിക്കുന്നതിനും പുതുതായി ആർക്കും അണുബാധ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞു.